Welcome. Today we are discussing about the topic from Engineering Mechanics Module 2 Friction. Here, wedge friction. എന്താണ് വെഡ്ജ്? വെഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളോ ട്രാപ്പീസോഡോ ഷേപ്പുള്ള ഒരു പീസ് ഓഫ് മെറ്റീരിയലാണ്. അത് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുകയോ ലിഫ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ വെഡ്ജിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. സോ വെഡ്ജിൻ്റെ വെയ്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് വെഡ്ജ് പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ നോക്കാം. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഫോഴ്സ് റിസോൾവ് ചെയ്താണ് നമുക്ക് പ്രോബ്ലം അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഹിയർ ഡബ്ല്യു വെയിറ്റ് ഉള്ളൊരു ഒബ്ജക്റ്റാണ് നമുക്കുള്ളത്, ഒരു ബോഡിയാണുള്ളത്. അത് പറയുന്നത് ഒരു വെഡ്ജിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തു. എങ്ങനെയാണ് നമ്മളൊരു ബോഡി സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നൊരു വെഡ്ജ് അകത്തേക്കൊരു ഫോഴ്സ് പി കൊടുത്ത് അവിടെ വെഡ്ജ് ടുവേഴ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പം സ്ലൈഡിങ് പൊസിഷനിൽ മൂവ് ചെയ്യും. ആ സമയത്ത് തന്നെ ഈ ബോഡി മുകളിലേക്ക് ഇൻക്ലൈൻഡ് പൊസിഷനിൽ കയറും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഒരു കണ്ടീഷൻ വരിക. ഇനി നോക്കാം അതിൻ്റെ ഫ്രീ ബോഡി, നമ്മുടെ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് കോണ്ടാക്ട് സർഫസ് വരിക നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് ഡബ്ല്യു ആക്ടിങ് ഡൗൺവേർഡ്. ദെൻ കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത് ഒന്ന് വോളോട്ട് മേക്ക് ചെയ്യുന്ന ഒരു കോണ്ടാക്ട് സർഫസ് വരുന്നുണ്ട്. ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μ1 R1 താഴേക്ക്, അവിടെയുള്ള റിയാക്ഷൻ R1. ഓക്കെ, ഇനി ഹിയർ ദി വെഡ്ജും ബോഡിയായിട്ട് മേക്ക് ചെയ്യുന്ന സർഫസിലെ റിയാക്ഷൻ നമ്മൾ R2, ഇൻക്ലൈൻഡ് പ്ലെയിനാണ്. സോ ഇൻക്ലൈൻഡ്ലി R2 ആക്ട് ചെയ്യും. സോ ദെൻ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, അതായത് ബോഡി മുകളിലേക്ക് അപ്വേർഡാണ് ഇൻക്ലൈൻഡ് പൊസിഷനിൽ മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ ഈസ് ഇൻക്ലൈൻഡ്ലി ഡൗൺവേർഡാണ് വരുന്നത്, μ2 R2. പിന്നെ ഹിയർ ഇറ്റ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ. സോ അത് ഇങ്ങോട്ട് തന്നെ ഇവിടെയും ആൽഫ ആയിരിക്കും വരിക, അതേ ആംഗിളാണ് ഇവിടെയും മേക്ക് ചെയ്യുന്നത്. സോ സെയിം ഈക്വൽ ആംഗിൾ. സോ ബോത്ത് ഓഫ് ദ മെഷേഴ്സ് ആൽഫ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത് യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ഫോഴ്സസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെ വരും നോക്കി, റിയാക്ഷൻസ് ഉണ്ട് ആൻഡ് ഫ്രിക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, R2 cos alpha മൈനസ് μ2 R2 sin alpha മൈനസ് μ1 R1 മൈനസ് W equal to 0. We note this as equation number 1. Okay, then resolving the forces horizontally ഫോഴ്സ് റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് വരുന്നത് എന്തൊക്കെ ഉണ്ടാവും? R1 ഈസ് ദെയർ, ദെൻ ദിസ് μ2 R2 ആൻഡ് R2 കമ്പോണൻസ് ഈസ് ദെയർ. ഓക്കെ, ദെൻ R1 മൈനസ് μ2 R2 കോസ് ആൽഫ മൈനസ് R2 sin alpha equal to 0. Equation number 2. Okay, these are the two equations of connecting to the object. Then the equilibrium condition of wedge. Here the wedge is there having reaction R2 R1, then force P and frictions μ2 R3 and μ2 R2 upward. Here the wedge is moving leftwise, so the friction is moving upward. Okay, then resolving the force horizontally we get μ3 R3 plus μ2 R2 cos alpha plus R2 sin alpha minus P is equal to 0. Equation number 3. And the vertical forces R3 plus μ2 R2 sin alpha minus R2 cos alpha equal to 0. Equation number 4. Okay, these are the equations we get from resolving the above free body diagram. Okay, then in നമുക്ക് നോക്കാം വെഡ്ജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം നമ്പർ 1, define the horizontal force P on the wedge on 10 degree wedge shown in figure to raise the 1500 Newton load. The coefficient of friction is 0.3 at all contact surface. Here is a figure. The body weight 1500 Newton acting downwards and wedge making an angle 10 degree with the ground. Okay, the force P. ഓക്കെ, നമുക്ക് വേണം ഇത് എന്ത് ചെയ്യുക, ലോഡിൻ്റെയും ബോഡിയുടെയൊക്കെ
ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ച് തന്നെ റിസോൾവ് ചെയ്യണം. ഓക്കെ, സൊല്യൂഷൻ. നമുക്ക് ആദ്യം ലോഡിനെ എടുക്കാം. ലോഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1500 ന്യൂട്ടനാണ്. ഓക്കെ, അപ്പോൾ റിസോൾവ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന നോക്കിയാൽ റിസോൾവ് ചെയ്ത ഫിഗറാണ് വരച്ചേക്കുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ നോക്കൂ എന്തൊക്കെയാണ് വരുന്നത്. 500 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ്, 500 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിയാക്ഷൻ R1, 0.3 R1, this friction, and here the friction acting inclined downwards, 0.3 R2 and reaction R2 making an angle 10 degree. Okay, resolving the forces horizontally, we get R1 minus 0.3 R2 cos 10 minus R2 sin 10 equal to 0. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R1 is equal to 0.47 R2 എന്ന് കിട്ടും. നമ്മളതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നോട്ട് ചെയ്തു. ഇനി നമുക്ക് വെർട്ടിക്കലി ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. വെർട്ടിക്കലി ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നോക്കി. R2 cos 10 minus 0.3 R2 sin 10 minus 100 resolving the forces vertically, R2 cos 10 minus 0.3 R2 sin 10 minus 1500 minus 0.3 R1 equal to 0. R2 cos 10 minus 0.3 R2 sin 10 minus 0.3 R2 into 0.47 equal to 1500. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് തരുമ്പോഴത്തേക്കും നമുക്ക് R2ൻ്റെ വാല്യൂ കിട്ടുന്നതെന്ന് പറയുന്നത് R2 is equal to 1894.63 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വെഡ്ജിനെ നോക്കാം. വെഡ്ജിനെ റിസോൾവ് ചെയ്യണം. വെഡ്ജിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് P വരുന്നുണ്ട്. പിന്നെ റിയാക്ഷൻസ് R2 R3 വരുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ് 0.3 R2ഉം 0.3 R3യും. ഇനി നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാം. ഫോഴ്സിനെ ആദ്യം വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന R3 പ്ലസ് 0.3 R2 sin 10 മൈനസ് R2 cos 10 equal to 0. നോൺ വാല്യൂസ് കൊടുക്കുക. നമുക്ക് R3യുടെ വാല്യൂ 1761.15 ന്യൂട്ടൺ എന്ന് കിട്ടും. അത്രയും നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഫോഴ്സസിനെ ഹൊറിസോണ്ടലി ഇക്വേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലി ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് 0.3 R2 cos 10 പ്ലസ് R2 sin 10 പ്ലസ് 0.3 R3 മൈനസ് P equal to 0. അവിടെ നിന്ന് നമുക്ക് Pയുടെ വാല്യൂ കിട്ടും 1418.90 ന്യൂട്ടൺ. നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേന് Pയുടെ വാല്യൂ കിട്ടും 1418.90 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ചോദിച്ചിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് P. ഓക്കെ, next one is a problem number 2. Question: two wedges A and B are used to raise another block C weighing 1000 Newton as shown in the figure. Assume coefficient of friction as 0.25 for all the surface. Determine the value of P for impending upward the motion of the block C. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ഫോഴ്സസ്, രണ്ട് വെഡ്ജസ് ഉണ്ട്, എയും ബിയും. അവിടെ കയറ്റി ചെയ്യുന്ന ഫോഴ്സ് P എന്തിനാണ്? സി എന്ന ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സായ P ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വെഡ്ജസ് ഉണ്ട്, സോ രണ്ട് സൈഡിൽ നിന്നായിട്ടായിരിക്കും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. നമുക്ക് സി എന്ന ലോഡിനെ റൈസ് ചെയ്യണം. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എല്ലാ സർഫസും 0.25 ആണ് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ട് സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അതായത് എ ആൻഡ് സി തമ്മിലുള്ള റിയാക്ഷൻസും ബി ആൻഡ് സി തമ്മിലുള്ള റിയാക്ഷൻസും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആയിരിക്കും.
ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബ്ലോക്ക് സി എടുക്കുക. ബ്ലോക്ക് സിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കുക 1000 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ആണ്. പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് 2 കോൺടാക്ട് സർഫസുകൾ വരുന്നുണ്ട്. അവിടെ റിയാക്ഷൻസ് ഉണ്ടാവും, ഫ്രിക്ഷൻസ് ഉണ്ടാവും. റിയാക്ഷൻസ് ആർ നോട്ട് ചെയ്തു. ഫ്രിക്ഷൻസ് 0.25 ആർ എന്നാണ്, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലം തന്നേക്കുന്നുണ്ടോ 120 ഡിഗ്രി, ഈ ആംഗിൾ 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഹിയർ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. സോ ആ 30 ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ റിയാക്ഷൻ പ്ലെയിനുമായിട്ട് മേക്കുന്ന ഡിഗ്രിയും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. സോ അത് തന്നെയായിരിക്കും എന്താ ഫ്രിക്ഷനും മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അങ്ങനെയാണ് 30 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും 30 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഹിയർ ഓൾസോ 30 and 30. ഓക്കെ, ഇനി നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാം. ആദ്യം വെർട്ടിക്കലി റിസോൾവ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ആർ കോസ് 10 പ്ലസ് ഇനി നമുക്കിതിനെ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കിന് ആർ കോസ് 30 പ്ലസ് ആർ കോസ് 30 മൈനസ് 1000 ആയിരിക്കും. അതുപോലെ തന്നെ -2 × 0.025 ആർ സൈൻ 30 = 0. ഹിയർ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേന് ആറിൻ്റെ വാല്യൂ 674.74 ന്യൂട്ടൺ എന്നിട്ട് നമുക്ക് അതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നോട്ട് ചെയ്യാം. ഇനി വെഡ്ജിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഡ്ജിലും ഇതേ സംഭവമാണ്. ഇനി വെഡ്ജിലും ഇതേ കാര്യമാണ് നടക്കാറുള്ളത്. അത് രണ്ട് വെഡ്ജസ് എ ആൻഡ് ബിയിൽ ഒരുപോലെയാണ്. നമുക്ക് അതിനെ ഒന്ന് റിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് റിയാക്ഷൻ ആർ, ഓക്കെ, ആൻഡ് ഫ്രിക്ഷൻ 0.2 ആർ. Then here is another reaction R1 and making the frictional force 0.25 R1. ഇനി ഇത് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ ഇക്വേഷൻസ് വരുന്നത് R1 0.025 R sin θ മൈനസ് R cos 30 = 0. നമുക്കത് സോൾവ് ചെയ്ത് വരുമ്പോൾ R1ൻ്റെ വാല്യൂ 500 ന്യൂട്ടൺ എന്ന് വരും. നമുക്കത് ഇക്വേഷൻ അടുത്തായിട്ട് നോട്ട് ചെയ്യാം. ഇനി റിസോൾവിങ് ഫോഴ്സ് ഹൊറിസോണ്ടലി നമ്മൾ റിസോൾവ് ചെയ്യുമ്പോഴത്തേന് P is the force, P minus 0.225 R minus 0.25 R cos 30 minus R sin 30 = 0. ഇനി നോൺ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിയുടെ വാല്യൂ ഫൈനലി വി ഗെറ്റ് 600. നോൺ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി പിയുടെ വാല്യൂ നമുക്ക് 608.46. നോൺ വാല്യൂസ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഫൈനലി വി ഗെറ്റ് ദി വാല്യൂ ഓഫ് പി ആസ് 608.46 ന്യൂട്ടൺ. ഇതായിരുന്നു നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വാല്യൂ. ഇനി പ്രോബ്ലം 3. ഹിയർ the problem is the two blocks A and B are resting against a wall and a floor are as shown in the figure. Find the range of values of force P applied to the lower block for which the system remains in equilibrium. Okay, coefficient of coefficient of friction 0.25 at the floor and 0.3 at the wall and 0.2 between the block. ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. രണ്ട് വെഡ്ജസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, എയും ബിയും.
ഇതാണ് ഫിഗർ. 2 ബ്ലോക്ക് എയും ബിയും ഉണ്ട്. 2 ബ്ലോക്ക് എയും ബിയും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരുടെയും വെയിറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. 1000 ന്യൂട്ടൺ ആൻഡ് 500 ന്യൂട്ടൺ. ഇനി ഇവിടെ ഒരു ഫോഴ്സ് പി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഫോഴ്സാണ് ഈ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിന് പോസിബിൾ ആക്കിയിരിക്കുന്നത്. രണ്ടും ഒന്ന് വാളിലും ഫ്ലോറിലുമായിട്ട് റെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മൾ പറഞ്ഞേക്കുന്നത് പിയുടെ റേഞ്ച്, അതായത് മാക്സിമം ആൻഡ് മിനിമം. അതായത് പി ആണ് ഈ ബ്ലോക്കിന്, ഈ 2 ബ്ലോക്കിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര മാക്സിമം വാല്യൂ, അതായത് എത്ര മാക്സിമം വാല്യൂ ഉണ്ടാവണം പിക്ക്, എത്ര മിനിമം വാല്യൂ, റേഞ്ച്, അതായത് ഏത് ഫോഴ്സിലാണ് അത് മൂവ് ചെയ്യുന്നത്, ഏത് ഫോഴ്സ് വരെ അത് മൂവ് ചെയ്യാതെ നിൽക്കും ഈ അറേഞ്ച്മെൻറ്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഫോഴ്സിൻ്റെ മിനിമം വാല്യൂ, അതായത് എത്ര മിനിമം വാല്യൂ കൊടുത്താൽ ആ ബ്ലോക്ക് അവിടെ തന്നെ നിൽക്കും എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്.